Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റോക്കുകളെ കുറിച്ചല്ല വീഡിയോ ചെയ്യുന്നത്. കൂടാതെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ നമ്മൾ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത്. ഒരുപാട് വീഡിയോസ് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ്. നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോ കിടക്കുന്നുണ്ട്. എന്നാലും ഞാൻ എൻ്റെതായിട്ട് രീതിയിൽ ഞാനൊരു മെത്തേഡ് കാണിച്ചു തരാം. ഇത് കൂടുതലായിട്ടും ഈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ 52 ഹൈ ബ്രേക്ക്ഔട്ട് ഒക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക സ്ക്രീൻ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ചാർട്ടിംഗ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ചാർട്ടിങ്ങിലോട്ട് പോവുകയാണ്. സ്ക്രീൻ നമ്മൾ ചാർട്ടിങ് ഇവിടെ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇപ്പൊ ഇത് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ ജിമെയിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈലിന് ഉണ്ടാവില്ല, അത് വെച്ചിട്ട് ഡയറക്റ്റ് ലോഗിൻ ചെയ്താൽ മതി. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യണം. അതിന് നമ്മൾ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കേണ്ടി വരും. ആദ്യത്തെ ഒരു പ്രോസസ്സ് ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഈ ചാർട്ടിംഗ് എന്നുള്ള ഒരു വെബ്സൈറ്റ്. ഞാൻ അതിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ചാർട്ടിംഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ലേഔട്ട് കാര്യങ്ങളൊക്കെ ഇതേപോലെ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം തന്നെ സ്ക്രീനർ എന്ന് പറഞ്ഞൊരു ഇതിൽ പോവുക. അതിനുശേഷം നമ്മൾ ഇവിടെ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത് ഈ 52 ഹൈ സ്റ്റോക്ക്, അതായത് നമ്മൾ നല്ലൊരു മൊമെന്റം ഉള്ള സ്റ്റോക്ക് ആവണം, കൂടാണ്ട് ബ്രേക്ക്ഔട്ട് നടക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് ഈ ഒരു പ്ലസ് ഐക്കണിൽ നമുക്കുണ്ട്. ഈ ഒരു പ്ലസ് ഐക്കൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഹൈ എന്ന് അടിക്കുക. ഞാൻ ഒന്ന് ഹൈ അടിച്ചു. ഡെയിലി ഹൈ എന്ന് വരും ഓട്ടോമാറ്റിക് ആയിട്ട്. അതിന് ശേഷം ഗ്രേറ്റർ ദാൻ ഞാൻ കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 1 ഡേ എഗോ മാക്സിമം എന്ന് കൊടുക്കണം. അപ്പം MAX എന്ന് കൊടുക്കുക. MAX. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരുന്നതാണ്. അവിടെ മാക്സിമം വന്നു. അപ്പൊ ഇതിൽ വന്നത് ഡെയിലി ഹൈ ഗ്രേറ്റർ ദാൻ ഡെയിലി മാക്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ നമ്പറിന്റെ ഭാഗത്ത് നമ്മൾ 200 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളവിടെ 252 കൊടുക്കാം. 252. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്പറിന്റെ പകരം നമ്മൾ ഹൈ ആണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ ഇതിൽ അയച്ചു തരാം, കുഴപ്പമില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ നമ്പറിന്റെ ഭാഗത്ത് നമ്മൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം. 20 എന്നുള്ളത് കളയുക. അതിനുശേഷം നമ്മൾ 0. ഞാൻ നമ്പർ എടുത്തിട്ട് 0.95 കൊടുക്കുക. 95 കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ഒരു ഇത് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് റണ്ണ് കൊടുത്താൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകളിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതേ സംഭവം തന്നെ നമുക്ക് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു നീല ഐക്കൺ എടുത്തൊന്ന് കോപ്പി ചെയ്താൽ മതി, താഴത്തോട്ട് വന്നോളും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്പർ നമ്മൾ മാറ്റുകയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ 0.95 മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു 1 കൊടുക്കുകയാണ്. 1.05 കൊടുക്കുകയാണ്. 1.05 കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫിൽട്ടർ ചെയ്ത് നല്ലൊരു ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു 52 അതായത് 252 ദിവസത്തിന്റെ മുകളിലും അതിന്റെ താഴെ, അതാണ് 52 ലോ ഹൈ എന്ന് പറയുന്നത്. ആ 52 വീക്ക് ഹൈന്റെ താഴെ നിൽക്കുന്ന സ്റ്റോക്കുകളായിരിക്കണം. അതായത് ബ്രേക്ക്ഔട്ടിന് അടുത്ത് നിൽക്കുന്ന സ്റ്റോക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ജസ്റ്റ് നടന്ന സ്റ്റോക്കുകളാണ് നമ്മൾ ഇതിൽ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാനുണ്ട്. ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ, ഇവിടെ ലെസ് ദാൻ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ കൊടുത്തു. ഇവിടെ നമ്മൾ താഴെ നമ്മൾ ലെസ് ദാൻ ആണ് കൊടുക്കേണ്ടത്. എന്നാലാണ് അത് ഫിൽട്ടർ ആയിട്ട് വരിക. കാരണം ഇല്ലെങ്കിൽ രണ്ടും ഒരേപോലെ ആയില്ലേ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 280 സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും സ്റ്റോക്കുകളൊന്നും നമുക്ക് ഡെയിലി നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഞാനൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ പുതുതായിട്ട് വന്ന ആൾക്കൊക്കെ വളരെ മടിയായിരിക്കും ഇങ്ങനെ ഇരുന്ന് നോക്കുക എന്ന് പറയണത്. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഈ ഒരു പ്രോബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും നമുക്ക് വോളിയം ആഡ് ചെയ്യണം. കാരണം കുറച്ച് വോളിയുള്ള സ്റ്റോക്കുകളായിരിക്കണം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറവുണ്ടാവും. LC UC ഒക്കെ അടിക്കുന്ന ഒരുപാട് സ്റ്റോക്കുകളായിരിക്കും.
സോറി അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോളി ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്ലസ്സിൽ അടിച്ചിട്ട് വോളിന്ന് അടിച്ചാൽ മതി. വോളിയം ഗ്രേറ്റർ ദാൻ അത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. നമ്പർ കൊടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ 1,00,000 ഇവിടെ അടിക്കാം. 1,00,000 ഒരു അടിക്കാം. ഇപ്പൊ 1,00,000 വോളിയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് 280 സ്റ്റോക്കുകളല്ലേ. അപ്പൊ നമുക്കൊന്ന് റണ്ണ് ചെയ്യാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 182 വളരെ സ്റ്റോക്കുകൾ, ഈ ചെറിയ ചെറിയ സ്റ്റോക്കുകളും ഒക്കെ അങ്ങനെ കുറഞ്ഞു കിട്ടി. ഇനി നമ്മൾ വീണ്ടും ഈ പെന്നി സ്റ്റോക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യും. കാരണം ഇങ്ങനെയുള്ള 1,00,000 ഉള്ള വോളിയത്തിലുള്ള സ്റ്റോക്കുകളിലും പെന്നി സ്റ്റോക്കുകൾ ഒരുപാട് വന്ന് കയറാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പെന്നി സ്റ്റോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് കൂടി അടിച്ച് ചേർക്കണം. മാർക്കറ്റ് ക്യാപ്പ് കൊടുക്കാം. വേണ്ട, താഴെ വന്നിട്ട് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ, ഞാനിപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം, ഓരോരുത്തർക്ക് റിസ്കിനനുസരിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 500 കൊടുക്കുകയാണ്. 500 എന്നുള്ള ഒരു നമ്പർ കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് 1000 ആക്കാം, 2000 ആക്കാം, 3000 ആക്കാം, 10,000 ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കാരണം ഒരുപാട് സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്യണം. നമ്മൾ കൂടുതൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ് ഞാൻ കൂടുതൽ ട്രേഡ് ചെയ്യാൻ എടുക്കുക. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പൊ ഞാൻ എന്നിട്ട് വീണ്ടും റണ്ണ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ ഫിൽട്ടർ ആയി കിട്ടും. 117 സ്റ്റോക്കുകളായി. 200 സംതിങ് ഉള്ള സ്റ്റോക്ക് ഇപ്പൊ വീണ്ടും നമ്മൾ കുറഞ്ഞ് 117 ആയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഫിൽട്രേഷൻ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പൊ ഇതിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്കുകളുണ്ടോ, നല്ല നല്ല സ്റ്റോക്ക് ഒരു നന്നായിട്ട് മൂവ് ചെയ്ത സ്റ്റോക്കുകളാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഈ പെർസെന്റേജ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മൈനസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള നല്ല മൈനസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ പ്ലസ് കൊടുക്കുക. അതിനുശേഷം പെർസെന്റേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ ബോർഡറിൽ ഉണ്ടാവും നമ്മുടെ ഇതിൽ ഈ പെർസെന്റേജ് ചേഞ്ച് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ GR എന്ന് കൊടുത്താൽ തന്നെ വരും. ഗ്രേറ്റർ ദാൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ 0 കൊടുക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ വരുള്ളൂ. നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് മൈനസ് ആയിട്ട് ക്ലോസ് ചെയ്ത ഒറ്റ സ്റ്റോക്കുകളിൽ വരില്ല. നമ്മൾ റണ്ണ് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വീണ്ടും 56 സ്റ്റോക്കുകളായിട്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കണ്ടോ. കോട്ടക് ബാങ്ക് എല്ലാം ഈ പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്ത സ്റ്റോക്കാണ്. ഒന്നും നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോസ് ഉള്ള സ്റ്റോക്കുകളില്ല. പിന്നെ നിങ്ങൾക്ക് വോളിയം കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വോളിയത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയുള്ള സ്റ്റോക്കാന്ന് കാണാൻ മനസ്സിലാവും. ഇത് കണ്ടോ. ഇപ്പോൾ HDFC, BEL ഇതൊക്കെയാണ് നല്ല വോളിയത്തോടുള്ള ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾ. വോളിയം കുറവുള്ള സ്റ്റോക്കുകൾ നമ്മൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു ഇതന്നെ ഫോളോ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ROC, ROE, പിന്നെ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, നെറ്റ് പ്രോഫിറ്റ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫണ്ടമെന്റ്, അത് കഴിഞ്ഞ റിസൾട്ട് ഒക്കെ നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ആഫ്റ്റർ ടാക്സ് ഗ്രേറ്റർ ദാൻ 1 quarter ago, അതായത് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകൾ നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ റിസൾട്ടുകളും നല്ലതായിരിക്കണം. കൂടുതൽ ഈ 52 വീക്കിന്റെ അടുത്ത്, അതുകൊണ്ട് നല്ല മൊമെന്റ് ഉള്ള സ്റ്റോക്കുകളായിരിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ റണ്ണ് കൊടുക്കുകയാണ്. അപ്പൊ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോട്ടൽ എത്ര സ്റ്റോക്ക് വരുന്നുണ്ട് നോക്കാം. 32 സ്റ്റോക്കുകളുള്ളൂ. കാരണം 32 സ്റ്റോക്കുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിലെ ഓരോരോ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റോക്ക് ഈ BGR എനർജി സിസ്റ്റം എന്നുള്ളൊരു സ്റ്റോക്കാണ്. ഞാൻ പൊതുവെ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട്, ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ LC UC അടിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒഴിവാക്കുക. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കിട്ടില്ല, അതുപോലെ ടാർഗറ്റ് ഒന്നും കിട്ടില്ല. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് നടന്ന സ്റ്റോക്കാണ് അല്ലെ. അതെ കണ്ട ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ ഇതിന്റെ ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് നടന്ന ഒരു സ്റ്റോക്കാണ്. ഇതിന്റെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഞാൻ കുറച്ചുകൂടി നല്ല സ്റ്റോക്ക് എടുക്കാം. കാരണം ഇവിടുന്ന് കണ്ടത് അപ്പൊ ബ്രേക്ക്ഔട്ട് നടന്ന ഒരു മൊമെന്റം വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക്ഔട്ട് നടന്നു, അതിനുശേഷം ഏകദേശം ആ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഞാൻ വേറെ സ്റ്റോക്ക് എടുക്കാം കുറച്ചുകൂടി. ഇപ്പൊ ഡെലിവറി എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്, ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ല, ഇത് ബ്രേക്ക്ഔട്ട് നടന്നിട്ടില്ല. കണ്ട ഈ റേഞ്ച് ബ്രേക്ക്ഔട്ട് നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ബ്രേക്ക്ഔട്ട് നടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് എൻട്രികൾ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ നമുക്ക് ഒരു അലേർട്ട് നമുക്ക് വെക്കുക. ഈ റേഞ്ചിന്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ഒരു 484 ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഒരു അലേർട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ റാഡിക്കോ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്, ഈ ഒരു സ്റ്റോക്കിന്റെ ആണെങ്കിലും ചാർട്ട് ഇപ്പൊ ഈ ഒരു അവസാനത്തെ ഒരു ഹൈ ബ്രേക്ക് കടന്നുണ്ട്. കണ്ടില്ലേ ഇത് ഈ ഒരു റേഞ്ച്, ഇതും ചെറിയ ബ്രേക്ക് ഔട്ട് ആണ്. പക്ഷെ ഇത് നമുക്ക് വേണ്ട, കാരണം കുറച്ച് നാളത്തെ
കൺസോൾട്ടേഷന് ശേഷമുള്ള ബ്രേക്ക്ഔട്ട് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ യാത്ര എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് കണ്ടോ, ഇതിന്റെ കണ്ടിട്ട് നല്ലൊരു ചാർട്ടാണ്. നമുക്ക് ഇതിന്റെ ചാർട്ടിൽ കണ്ടോ, നല്ലൊരു ചാർട്ടാണ്. ഏകദേശം കണ്ടോ, ഇതിന്റെ ഹൈ എന്ന് വരുന്നത് 186 അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 172 എബോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മൊമെന്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. കണ്ടോ, ഇവിടെ തന്നെ ഈ താഴ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോക്ക് മേലോട്ട് പോയി. പക്ഷെ സ്റ്റോക്ക് അധികം പിന്നെ ഫോളോ ആയില്ല, ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് മേലോട്ട് കയറുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ MNM ആണ്. MNM നല്ലൊരു ബ്രേക്ക്ഔട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കണ്ടോ, ഏകദേശം ഈ ഒരു ബ്രേക്ക്ഔട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ ഈ ഒരു സ്റ്റോക്ക് കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ട് കിട്ടിയത് കണ്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ ഇങ്ങനെ തേടുമ്പോഴായിരിക്കും നമുക്ക് നല്ല നല്ല ചാർട്ടുകൾ കിട്ടുക. അത് കറക്റ്റ് പെർഫെക്റ്റ് ടൈമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കണ്ടോ, ഇന്നത്തെ ബ്രേക്ക്ഔട്ട് കറക്റ്റ് ആണ്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി ഇപ്പോൾ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ MBAPL അതുപോലെ നമുക്ക് നോക്കാം. കണ്ടോ, ഇത് നല്ലൊരു ചാർട്ടാണ്. കണ്ടോ, ഇതിന്റെ നല്ലൊരു എൻട്രി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. കാരണം ഇതൊന്നും നമുക്ക് ബ്രേക്ക്ഔട്ട് നടന്നിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൊതുവെ ആളുകൾ നമ്മൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് നടന്ന് ഒരു 5-10% മൂവ് ആയിട്ടുള്ള ശേഷമുള്ള സ്റ്റോക്കുകളായിരിക്കും. ആ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എൻട്രി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അതിനൊരു നല്ലൊരു ഗുണം കിട്ടാറുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് നോക്കാം. കണ്ടോ, ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് നടന്ന് ജസ്റ്റ് ബ്രേക്ക്ഔട്ട് നടന്ന സ്റ്റോക്കാണ്. അധികം മൂവ്മെന്റ് വന്നിട്ടില്ല. 1032 ഇപ്പൊ 1112 ആ റേഞ്ചിലാണ്. ഇന്നാണ് പിന്നെ ഈ ഒരു സ്റ്റോക്കാണ് കറക്റ്റ് ഒരു പുൾ ബാക്കും തന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അറിയുകയാണെങ്കിൽ ഇത് നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമുക്കൊരു പുൾ ബാക്കും വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. മുത്തൂറ്റ് ഫിന്ന് നോക്കാം. മുത്തൂറ്റ് ഫിന്നിൽ എങ്ങനെയാണെന്നുള്ളത്. മുത്തൂറ്റ് ഫിൻ നമുക്ക് എൻട്രി ഇല്ല, കാരണം ബുള്ളിഷ് ആണ്. HBL എൻജിൻ കണ്ടോ, ഇത് നമുക്കൊരു എൻട്രി ആണ്, നല്ലൊരു ചാർട്ടാണ്. കണ്ടോ, ഇവിടെ നിന്ന് കറക്റ്റ് എൻട്രി ഓൾറെഡി സ്റ്റോക്ക് മൂവ് ചെയ്തു. ബജാജ് കോൺ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്, ഇതിലേക്ക് ഒരു എൻട്രി. ഒരുപാട് സ്റ്റോക്കുകൾ, നല്ല നല്ല സ്റ്റോക്കുകൾ ഇങ്ങനെ കിട്ടും നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സ്റ്റോക്കുകൾ, ഈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാറ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുക. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ഏതെങ്കിലും സുഹൃത്ത് ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വീഡിയോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാൻ അത് അധികം നീട്ടി ഇതാക്കുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, സ്റ്റോക്കുകളൊക്കെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ഈ ഒരു സാധനം ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു മൊത്തത്തിലുള്ള ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.